ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ പ്രവാസികളെ പറ്റിയാണ്. പണ്ട് കാലങ്ങളിൽ പ്രവാസികൾക്ക് നാട്ടിലെ വിവരങ്ങൾ അറിയാനുണ്ടാകുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിരുന്നു കത്ത്. നാട്ടിൽ നിന്ന് കത്ത് വരുമ്പോഴാണ് എല്ലാ വിവരവും കൂടുതൽ അറിയുക. പിന്നെ STD കോഡ് ഉണ്ടായിരുന്നു. അതിനൊക്കെ കോയിൻസ് വിളിക്കണം, പൈസ കൂടുതലാവും. പിന്നെ നെറ്റിൽ കൂടെ വിളിക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും നല്ല മാർഗ്ഗം കത്തിനായിരുന്നു. പകലന്തിയോളം പണിയെടുത്ത് വെയിലത്ത് ഗൾഫിൽ നിന്ന് പണിയെടുത്ത് വൈകുന്നേര സമയങ്ങളിൽ റൂമിലെത്തുമ്പോൾ കൂട്ടുകാർ പറയും, നിനക്ക് നാട്ടിൽ നിന്നൊരു കത്തുണ്ടെന്ന്. നല്ലൊരു സന്തോഷമാണ് അന്നേരം. കത്ത് ഉമ്മൻ്റെതായിരിക്കാം, വാപ്പൻ്റെതായിരിക്കാം, ഭാര്യൻ്റെതായിരിക്കാം, പിന്നെ കൂട്ടുകാരുടേതായിരിക്കാം, ചിലപ്പോൾ അയൽവാസിൻ്റെതായിരിക്കാം, ആരുമായിരിക്കാം, പെങ്ങന്മാരതോ ആങ്ങളമാരതൊക്കെ ആയിരിക്കാം. പക്ഷെ നല്ല സന്തോഷമാണ് കത്തിൽ എന്ത് വിവരമായാലും. എന്ത് വിവരം നമുക്കറിയില്ല. നമ്മൾ ആകാംക്ഷയോടെ കത്ത് പൊട്ടിക്കും. അസ്സലാമു അലൈക്കും. എത്രയും പേരപ്പെട്ട മകൻ വായിച്ചറിയാൻ വേണ്ടി വാപ്പയും ഉമ്മയും എഴുതുന്നത്, നിനക്ക് അവിടെ സുഖമാണെന്ന് കരുതട്ടെ മോനെ, ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ്. നിൻ്റെ സുഖത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് 5 നേരവും. പിന്നെ നീ കുടുംബത്തെ പറ്റാൻ വേണ്ടിയല്ലേ ഗൾഫിൽ പോയത്, നിനക്ക് നല്ലതേ വരുള്ളൂ എന്നുള്ള ഉമ്മയുടെയും ഉപ്പയുടെയും ആ കത്ത് കാണുമ്പോൾ എന്തൊരു സുഖാച്ചയുടെ മനസ്സിന്. അതൊരു മാർഗ്ഗം. പിന്നെ നാട്ടിലെല്ലാ വിവരങ്ങളും ആ കത്തിലുണ്ടാവും. പിന്നെ കുടുംബത്തിലെല്ലാ വിവരങ്ങളും ആ കത്തിലുണ്ടാവും. അതേപോലെ തന്നെ മകൻ്റെ കത്ത്, ഗൾഫുകാരൻ്റെ കത്ത് നാട്ടിലെത്തുമ്പോഴും നാട്ടിലുള്ള ഉപ്പക്കും ഉമ്മക്കും ഭാര്യയ്ക്കും എല്ലാവർക്കും സന്തോഷമാണ് കത്ത് വരുമ്പോൾ. അവൻ്റെ വർത്താനം അറിയാം, ഭർത്താവിൻ്റെ വർത്താനം അറിയുവാൻ, മകൻ്റെ വർത്താനം അറിയുവാൻ, ഇതൊക്കെ ആയിട്ട് കത്ത് വരിക. ഇതൊക്കെ ഉണ്ടാവും കത്തിൽ, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അന്ന് കത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ മൊബൈലുള്ളത് കൊണ്ട് വീഡിയോ കോൾ ഏത് സമയത്തും വീഡിയോ കോൾ ചെയ്യാം. ഗൾഫിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ കോളാണ് ഇന്ന്. ദിവസവും പല നേരവും വീഡിയോ കോൾ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അന്നത്തെ ആ കത്തിൻ്റെ ആ വായിക്കുമ്പോഴുണ്ടാകുന്ന സുഖം ഇന്നുണ്ടോ? പിന്നെ പലരും രണ്ടും അനുഭവിച്ചവരുണ്ടാവും. അന്ന് കത്തിൻ്റെ സുഖവും ഇന്ന് വീഡിയോ കോളിൻ്റെ സുഖവും അനുഭവിക്കുന്നവരുണ്ടാവും. കുറേ ആൾക്കാരൊക്കെ ഇന്നത് വീഡിയോ കോളിന് ഒപ്പം പോയാലൊക്കെ വീഡിയോ കോളിൻ്റെ സുഖം അനുഭവിച്ചിട്ടുണ്ടാവുള്ളൂ, കത്തിൻ്റെ സുഖം അനുഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആദ്യമായി ഗൾഫിൽ പോയവർ, ഇപ്പോഴും ഗൾഫിലുള്ളവർ, അവർ ആദ്യത്തെ കത്തിൻ്റെ സുഖവും ഇന്നത്തെ വീഡിയോ കോളിൻ്റെ സുഖം അനുഭവിച്ചിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ പറയാം, നിങ്ങൾക്ക് കത്തിൻ്റെ സുഖമാണെന്ന് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ വീഡിയോ കോളിൻ്റെ ആണ്? ഇതൊന്നും കാണുകയാണല്ലോ അല്ലേ. ഞാനൊരു ഗൾഫുകാരനൊന്നുമല്ല. എനിക്ക് കൂട്ടുകാരായിട്ട് ഒരുപാട് ഗൾഫുകാരുണ്ട്, കുടുംബക്കാരുണ്ട്, അയൽവാസികളുണ്ട്, നാട്ടുകാരൊക്കെ ഉണ്ട് ഗൾഫിൽ. അപ്പോൾ അവരുടെ അനുഭവം ഇങ്ങനെ ആയിരിക്കും എന്നൊരു നിഗമനത്തിലാണ് ഞാൻ എൻ്റെ ഇത് പറഞ്ഞിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി.